ആദ്യം നമുക്ക് മാളുവിലേക്ക് പോണോ ഡോക്ടർ റോഡിയിലേക്ക് പോണോ? എല്ലാവർക്കും മാളുവിനെയാണ് ഇഷ്ടം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഡയറക്ടേഴ്സിനൊപ്പം അവരുടെ മൂവിയിൽ ഏത് ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറയണം. അപ്പൊ അതായത് ഞാനിപ്പോ പ്രിയദർശൻ സാർ പറയുമ്പോ പ്രിയദർശൻ സാറിന്റെ ഏതെങ്കിലും ഒരു മൂവി അതില് മാളു ഉണ്ടായിരുന്നെങ്കിൽ മാളുവിന് ഏത് ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹം? അങ്ങനെ പ്രിയദർശൻ സാറിന്റെ എന്റെ അമ്മയെ ഒരുപാടുണ്ടല്ലോ. ചിത്രത്തിൽ രഞ്ജിനി ടീച്ചർ കേട്ടങ്ങ് പറഞ്ഞോ, പ്രശ്നം കഴിഞ്ഞില്ല, അടിപൊളിയല്ലേ, ആലോചിച്ച പോരെ. ഒരുപാടുണ്ട് ആളുടെ ഒരെണ്ണം. ഇല്ലല്ല, എക്സ്പ്ലനേഷൻ ഒന്നും പറ്റില്ല, ഓൺലി വൺ. ഏതാ പറഞ്ഞോ? ശരി, അത് വൺ ഹിറ്റ് മൂവി. ടീച്ചറെ ഞാൻ പറയില്ല, കാരണം വെച്ച് കഴിഞ്ഞാല് അങ്കമാലിയിലെ പ്രധാനമന്ത്രി പുള്ളിക്കാരത്തി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായ? ഇല്ല ചിത്രത്തിലെ ഇനി ഷാജി കൈലാസ് സാറിന്റെ ഇങ്ങനെ കളക്ടർ പറഞ്ഞോ, അടിപൊളിയല്ലേ? മറ്റേ ആറാം തമ്പുരാൻ ജിത്തു ജോസഫ് സാറിന്റെ ബോസ് ഡോക്ടർ റോണി. അതായത് ഡോക്ടർ റോണിക്ക് ചൊറിഞ്ഞിട്ട് എനിക്ക് വേഗം ആൻസർ പറയാൻ കൊതിയാവുന്നു. വിൽ യു മാരി മീ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളി നടൻ. എനിക്ക് പൃഥ്വിരാജ് ഭയങ്കര ഇഷ്ടം. പൃഥ്വിരാജ് വിൽ യു മാരി മീ എന്ന് മാളവിക രാജുവേട്ട ഒന്ന് ചോദിച്ചേക്കണേ. മറ്റുള്ളവർ അറിയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. അതെ, നമ്മളുടെ പ്രോഫിറ്റ് ഒരാളും ചോദിക്കരുത് എന്നാണല്ലോ, വാലിഡ് പോയിന്റ് ആണ്. എന്റെ ലവ് അഫെയർസ് ഇല്ല അങ്ങനെ ഞാൻ ഡോക്ടർ റോണിയെ കൊല്ലും ഞാൻ. പിന്നെന്താ അങ്ങനെ ചോദിക്കാൻ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഒരുപാട് ചോദിക്കുന്ന എനിക്ക് വലിയ താല്പര്യം. അതെന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്? റാൻഡംലി 3 എണ്ണം പറയണം. ബാങ്ക് ബാലൻസ് ഇപ്പൊ ഒരെണ്ണം പറഞ്ഞു, അടുത്ത 2 എണ്ണം ഏതാണ്? എന്റെ ഫോണിൽ ഇപ്പൊ ആരാ വിളിച്ചേ, അങ്ങനെ. അതായത് പിന്നെ ഒരെണ്ണം കൂടി പേയ്മെന്റ് കാര്യം ഓൾറെഡി പറഞ്ഞു. അതെ, പേയ്മെന്റ് കാര്യം പറഞ്ഞോ? അത് പറഞ്ഞല്ലോ, അത് ബാങ്ക് ബാലൻസ്. പേയ്മെന്റിന് വേറെ പറ. അതെ, നമുക്ക് എത്ര പേയ്മെന്റ് ആണ് കിട്ടുക, സിനിമയിൽ എത്ര പേയ്മെന്റ് ചോദിക്കുന്ന ഇഷ്ടമല്ല. ഇനി എത്ര വയസ്സായി? 24. ഇനി ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. എസ് ഓർ നോ മാത്രം പറയാമോ, വേഗം. അല്ല, വേറെ. വയസ്സ് തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നോ. ഒന്നിൽ കൂടുതൽ ബ്രേക്കപ്പ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നോ. സ്വന്തം ഫിലിം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. യെസ്, ഐ നോ ദാറ്റ് ഫിലിം. പടത്തിന്റെ പേര് പറയണേ, എനിക്ക് അറിയാതെ പടം ഏതാന്ന്. അവസാനമായി വായിച്ച പത്രവാർത്ത. ഓ മൈ ഗോഡ്, ലോങ് ബാക്ക്. അതാണ് പത്രവാർത്ത വായിച്ചിട്ടില്ല, ലോങ് ബാക്ക് ഏതോ വായിച്ചത്, അത് കുട്ടിക്ക് ഓർമ്മയില്ല, പത്രം കാണാറില്ല. ഇനി ഡോക്ടർ റോണിയുടെ കഴിഞ്ഞു. Your favorite movie quotes. എനിക്ക് മറ്റേ മൂവി കോട്സ് എനിക്ക് പെട്ടെന്നൊന്നും വരുന്നില്ല. എനിക്ക് പെട്ടെന്നൊന്നും വന്നില്ല. പെട്ടെന്നൊന്നും വന്നില്ല. എന്റെ ശിവനെ വന്നില്ല. ഒന്നും കോട്സ് വരുന്നില്ല. ഇനി മറ്റുള്ളവരിൽ നിങ്ങൾ കൂടുതൽ ഇറിറ്റേറ്റ് ആകുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? മറ്റുള്ളവർ എന്ത് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആകുന്നത്? ചില അൺപ്രൊഫഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യുക. ചില ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്വാസിക ഒരു ഷോട്ടിൽ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, എനിക്കറിയാം സ്വാസിക ഭയങ്കര ടാലന്റഡ് ആണ്. പക്ഷെ സ്വാസിക വേറെ കാര്യങ്ങളിൽ നോക്കിയിട്ട് സ്വാസിക മനഃപൂർവ്വം ശ്രദ്ധയില്ലാതെ തെറ്റിക്കുക. അപ്പോ 4-5 ടേക്ക് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ മോശമാവും. അത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇനി താഴെ പറയുന്ന ഏത് ആക്ട്രസിനോടൊപ്പം ഏത് മൂവിയിൽ അവരുടെ പേരായിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടം എന്ന് പറയണം. ഇപ്പൊ ഉർവശി ചേച്ചിയോട് ഒരു മൂവി അഭിനയിക്കാനുണ്ടെങ്കിൽ ഏത് മൂവി, ഏത് ക്യാരക്ടർ? കടന്ന കൈയാണല്ലോ, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലല്ലോ ഉർവശി ചേച്ചിയൊക്കെ. മാളുവിന്റെ എല്ലാ ആൻസർ എന്തായിരുന്നു? അതൊക്കെ അടുത്താണ്. ഷാജി സാറിന്റെ പടം എന്ന് പറയുമ്പോ പെട്ടെന്ന് ജിത്തു ക്യാരക്ടർ പറഞ്ഞോളൂ. മറ്റേ പൊന്മുട്ടിടുന്ന താറാവില് ഉർവശിയുടെ പേരായിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ശാലിനി, ശ്രീനിയുടെ ക്യാരക്ടർ. ഓക്കെ, ശാലിനി, ബേബി അജിത്തിന്റെ ഭാര്യ ശാലിനി, ബേബി ശാലിനി. അവര് വലുതായിട്ട് അഭിനയിച്ചു. സോറി, അമർക്കളം പടം, അജിത്തിന്റെ പടം. അജിത്തിനെ മാറ്റിട്ട് അഭിനയിക്കണം അല്ലേ? സൂപ്പർ. അങ്ങനെ വേണം. നിങ്ങൾ ചോദിച്ചില്ല. ശോഭനയുടെ പേരായിട്ട് ഈശ്വര ഗംഗേ നകുലനായിട്ട്. സൂപ്പർ. സണ്ണിയൊക്കെ കയറി പിടിച്ചാണ്ടല്ലോ. സൈക്കോസിന്റെ പല തലങ്ങൾ. എന്റെ പൊന്നു മോളെ, ഇതൊക്കെ പിടിക്കാൻ പറ്റുമോ? സ്വന്തം ഭാര്യയെ മുൻ കാമുകിക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു അവസരം വന്നാൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. കാരണം ഭാര്യ തന്നെ ഭാര്യ മുൻകാമുകിയാണെന്ന് മാത്രമല്ല, ഭാര്യ ഞാനൊരു തമാശക്ക് ഏതോ ജൂനിയറിന്റെ അടുത്ത് ഒരു പരിപാടി പറഞ്ഞത് ഭാര്യ പിടിച്ചു. ഭാഗ്യത്തിനടിച്ച് പരുവാക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ.
വാര് തന്നെ എല്ലാം കണ്ടുപിടിച്ച് ഹാൻഡിൽ ചെയ്തോളൂ. ഇനി ആ കളികൾ വേണ്ട, ആ കളികൾ തീക്കളിയെന്ന് പറഞ്ഞു. ഇനി എസ് ഓർ നോ ആണ്. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? യെസ്. ഈ ഷോയിൽ സ്വന്തം മൊബൈൽ നമ്പർ ഷെയർ ചെയ്യാൻ ധൈര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ മുൻ കാമുകിക്ക് ഒരു മെസ്സേജ് ഓർ ഒരു കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ മുൻ കാമുകിക്ക്? നമ്പർ ഇല്ല. നമ്പറില്ലേ? നമ്പറില്ല. പക്ഷെ ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടാൽ കൊള്ളാത്രേ ഉള്ളൂ. കണ്ടാൽ കൊള്ളാം, ഒന്ന് കാണണം. അവര് വാട്ട് ഡൂയിങ്, ആ ഒരു കുട്ടികളുണ്ടോ, ഭർത്താവ് എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, വെച്ചിട്ട് അത്ര മാത്രമേ അത്രേ ഉള്ളൂ. റോണിയുടെ മുൻ കാമുകിമാർ ആരെങ്കിലും ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ 10,000 അദ്ദേഹത്തിന് ഒന്ന് കാണാൻ ഒരു അവസരം, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു കോൾ നിങ്ങളായിട്ട് ചെയ്യാം. കുടുംബം കുട്ടിച്ചോറാക്കാന്ന് കേട്ടിട്ടുണ്ടോ ഉണ്ണി? സ്വന്തം ഭാര്യയെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നാൽ ആദ്യ ചോദ്യം എന്തായിരിക്കും? വാട്ട്സ് യുവർ നെയിം ഒന്നും പറ്റില്ല, അല്ലാണ്ട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? എങ്ങനെയാ കുട്ടി എന്നെ സഹിക്കണേന്ന്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ചാറ്റ് സെക്ഷൻ, ഗെയിം സെക്ഷൻ, എല്ലാ സെഗ്മെന്റും ഇങ്ങനെ സമ്മാനം ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും.